നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് വാട്ട് ഈസ് എക്കണോമിക്സ് ആണ്. ദി വേർഡ് എക്കണോമിക്സ് കംസ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ഓയിക്കണോമിയ വിച്ച് മെയ്ഡ് അപ്പ് ടു വേർഡ്സ് ഓയിക്കോസ് ഹൗസ് ഹോൾഡ് നീമിൻ മാനേജ്മെൻറ്റ്. അതായത് ഓയിക്കണോമിയ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് എക്കണോമിക്സ് എന്ന വേർഡ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇതിന് ഓയിക്കോസ് എന്ന് പറയുന്ന ഒരു വേർഡും അതേപോലെ തന്നെ നീമിൻ എന്ന് പറയുന്ന മറ്റൊരു വേർഡും കൂടെ കൂട്ടി യോജിപ്പിച്ചാണ് ഓയിക്കണോമിയ എന്ന പദം രൂപീകരിച്ചിരിക്കുന്നത്. ഓയിക്കോസ് എന്ന് പറഞ്ഞാൽ ഹൗസ് ഹോൾഡ് എന്നാണ് അർത്ഥം വരുന്നത്. നീമിൻ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് എന്നാണോ അർത്ഥം വരുന്നത്. ദി വേർഡ് ഓയിക്കണോമിയ ലിറ്ററലി ട്രാൻസ്ലേറ്റ്സ് ടു ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് ഹൗസ് അഫെയർസ്. ഓയിക്കണോമി എന്ന വേർഡ് ലിറ്ററലി ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം വരുന്നത് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്, അതായത് ഗാർഹിക കാര്യങ്ങളെ പറ്റിയുള്ളവ അഥവാ ഗാർഹിക വീട്ടുകാര്യങ്ങൾ എന്നിങ്ങനെയാണ് അർത്ഥം വരുന്നത്. ദി എക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യൽ സയൻസ് ദാറ്റ് ഫോക്കസ് ഓൺ ദി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് എക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ചാണ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡക്ഷൻ, ഉൽപ്പാദനം, ഡിസ്ട്രിബ്യൂഷൻ വിതരണം, കൺസപ്ഷൻ ഉപഭോഗം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. The study of economics is primarily concerned with analyzing the choice that individual, business, government and nations make to allocate limited resources. എക്കണോമിക്സ് സ്റ്റഡി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രധാനമായും കൺസേൺ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ്, ബിസിനസ്, അതേപോലെ തന്നെ ഗവൺമെൻറ്, നേഷൻസ് എങ്ങനെയാണ് ലിമിറ്റഡ് ആയിട്ടുള്ള കുറഞ്ഞ അളവിലുള്ള റിസോഴ്സസ് എങ്ങനെയാണ് ഇവർ വിതരണം ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. എക്കണോമിക്സ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ടു കാറ്റഗറീസ്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും. ഇതിൽ മൈക്രോ എക്കണോമിക്സ് ഈസ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ, സിംഗിൾ ഫേം, ഫാമിലി, ബിസിനസ് ഡിസിഷൻസ്. അതായത് ഒരു സിംഗിൾ യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ തീരുമാനങ്ങൾ, സാമ്പത്തിക തീരുമാനങ്ങളെയാണ് മൈക്രോ എക്കണോമിക്സ് പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. അതേസമയം മാക്രോ എക്കണോമിക്സ് ലുക്സ് അറ്റ് ദി ഡിസിഷൻ ഓഫ് കൺട്രീസ്, ഗവൺമെൻറ്റ്സ് ആൻഡ് വേൾഡ് എക്കണോമി. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, കുറച്ചുകൂടെ വികസിതമായിട്ടുള്ള ഒരു പദമാണ്. ഇതിൽ ഒരു രാജ്യം, അതേപോലെ തന്നെ വിവിധ രാജ്യങ്ങൾ, ഗവൺമെൻറ്, ഒരു സമ്പദ് വ്യവസ്ഥ മൊത്തമായിട്ടും ഇതിൽ ഉൾപ്പെടുന്നു. ദി ഫാദർ ഓഫ് ക്ലാസിക്കൽ ഓർ മോഡേൺ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ആഡം സ്മിത്ത്. നമുക്കറിയാം ഫാദർ ഓഫ് ക്ലാസിക്കൽ അല്ലെങ്കിൽ ആധുനിക ധനതത്വശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആദം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് 1776 പ്രസിദ്ധീകരിച്ച ദി നേച്ചർ ആൻഡ് കേസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ഇതാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയും. ദി ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് ഈസ് ഓൾസോ നോൺ ആസ് ജെ എം കെയ്ൻസ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ കൃതിയാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. പിന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. മെർക്കൻറ്റലിസം, ക്ലാസിക്കൽ എക്കണോമിക്സ്, കെയ്നീഷ്യൻ എക്കണോമിക്സ്, നിയോ ക്ലാസിക്കൽ ഓർ ഓർത്തഡോക്സ് എക്കണോമിക്സ്, ഹെറ്ററോഡോക്സ് എക്കണോമിക്സ്, പോസ്റ്റ് കെയ്നീഷ്യൻ ആൻഡ് ന്യൂ കെയ്നീഷ്യൻ. ഇതൊക്കെ ഓരോ സ്റ്റേജുകളിലായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ട പല സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്.